നമസ്കാരം. സ്വർണ്ണവിലയിൽ സമീപകാലത്തൊന്നുമില്ലാത്ത വിധത്തിലുള്ള കുതിപ്പാണ് കഴിഞ്ഞ ഏപ്രിലിൽ ഉണ്ടായത്. ഏപ്രിൽ 22 ഇന്ത്യയിൽ സ്വർണ്ണവില 10 ഗ്രാമിന് 1,00,000 രൂപ എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലേക്കായിരുന്നു ഉയർന്നുകൊണ്ടിരുന്നത്. സാധാരണക്കാരെ എന്നല്ല, മധ്യവർഗത്തിന് മുകളിലുള്ളവർക്ക് പോലും അപ്രാപ്യമായി തന്നെ നിരക്കിലായിരുന്നു സ്വർണ്ണവില അപ്പോൾ ഉണ്ടായിരുന്നത്. ഇത് സ്വർണം വാങ്ങുന്നതിൽ വരെയോ നെഞ്ചിടിപ്പേറ്റുകയോ ചെയ്തിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സ്വർണ്ണവില കുത്തനെ ഉയർന്നിട്ടുണ്ട്. വാസ്തവത്തിൽ കഴിഞ്ഞ 24 മാസത്തിനിടെ സ്വർണം 40%-നും 70%-നും ഇടയിലാണ് വർദ്ധിച്ചത്. ഉയർന്ന വിലയിൽ സ്വർണം സ്വന്തമാക്കാൻ ഭൂരിഭാഗം പേർക്കും അല്പം ബുദ്ധിമുട്ടാണ് എന്ന് തന്നെയാണ് ഇതിന് കാരണം. ഉയർന്ന സ്വർണ്ണവില പണപ്പെരുപ്പം പോലെയാണ്. കാരണം അന്നത്തെ അതേ തുകയ്ക്ക് നിങ്ങൾ ഇന്ന് കുറച്ച് മാത്രമേ വാങ്ങിക്കാനാകൂ എന്ന് പറയാം. 2020-ൽ 50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 10 ഗ്രാം സ്വർണം വാങ്ങാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഇത് അതേ വിലയ്ക്ക് തന്നെ കഷ്ടിച്ച് 5 ഗ്രാം സ്വർണം മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് സാരം. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് സ്വർണത്തിൽ ശരിയായി നിക്ഷേപിക്കേണ്ടതെന്ന് നോക്കേണ്ടതുണ്ട്. സ്വർണം വാങ്ങുന്നത് ഒറ്റത്തവണ പ്രക്രിയ ആക്കരുത് എന്നാണ് ഇതിൽ പ്രധാനം. നിങ്ങളുടെ മൊത്തത്തിലുള്ള സാമ്പത്തിക പദ്ധതിയുടെ ഭാഗമായി നിങ്ങൾ കാലക്രമേണ സ്വർണം ശേഖരിച്ചു കൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. ഇവിടെയാണ് നിർണായകമായ ഭാഗം വരുന്നതെന്ന് പറയാം. നിങ്ങൾ എന്തിനാണ് സ്വർണം വാങ്ങേണ്ടതെന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അത് നിക്ഷേപ ആവശ്യങ്ങൾക്കോ അതോ വിവാഹ ആവശ്യങ്ങൾക്കോ ആഭരണമായി അണിയാനോ എന്ന് വ്യക്തമാക്കണം. നിങ്ങൾ ഭൗതിക സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആഭരണങ്ങൾക്ക് പണിക്കൂലിയുടെ 5% മുതൽ 20% വരെ തുക ജ്വല്ലറി ഈടാക്കും. ഇത് നിങ്ങളുടെ മൂലധന തുകയെ ബാധിക്കുന്നു. അതിനാൽ സ്വർണത്തിൽ തന്നെ നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റൊരു ചിലവ് കുറഞ്ഞ ഓപ്ഷനായ സ്വർണ്ണ നാണയങ്ങൾ വാങ്ങുന്നത് പരിഗണിക്കാം. നിങ്ങളുടെ വാലറ്റിൽ കൊണ്ടുപോകാൻ സാധിക്കുന്ന 1 രൂപ, 5 രൂപ അല്ലെങ്കിൽ 20 രൂപ മൂല്യമുള്ള സ്വർണ്ണ നാണയങ്ങൾ സ്വന്തമാക്കാം. ആഭരണങ്ങളിൽ നിന്ന് വലിയ വ്യത്യാസം വരുന്നത് പോലെ തന്നെ ഇവ ശുദ്ധമായ സ്വർണം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്നാണ്. സ്വർണ്ണ നാണയങ്ങൾ വ്യത്യസ്ത മൂല്യങ്ങളിൽ നിന്നും വരുന്നു. 0.5 ഗ്രാം മുതൽ തന്നെ 100 ഗ്രാം വരെ ഉണ്ട്. 22 അല്ലെങ്കിൽ 24 കാരറ്റിന്റെ വ്യത്യസ്ത പരിശുദ്ധിയും നിലവാരത്തിലുണ്ട്. അതാണ് അവയെ താങ്ങാനാവുന്ന വിലയാകുന്നത്. കൂടാതെ അത് പണമാക്കി മാറ്റുന്നതിനെ കുറിച്ചും അതുപോലെ ഇതിന് എളുപ്പമാണെന്നും പറയുന്നു. അതേസമയം സ്വർണ്ണനില പരിധി വിട്ട് കുതിക്കുമ്പോൾ ആളുകൾ തന്നെ യഥാർത്ഥത്തിൽ സ്വർണ്ണ നാണയങ്ങൾ വാങ്ങുന്നുണ്ടോ എന്നും അറിയേണ്ടതുണ്ട്. സ്വർണ്ണ നാണയങ്ങൾക്ക് തീർച്ചയായും കൂടുതൽ ഡിമാൻഡ് ലഭിക്കുന്നു എന്ന് PP ജുവലേഴ്സ് ഡയറക്ടർ പീയൂഷ് ഗുപ്ത പറയുന്നു. പ്രത്യേകിച്ച് സ്വർണ്ണവില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ പറയുന്നത് എന്ന് പറയുന്നുണ്ട്. ഇതാണ് പ്രധാനമായി തന്നെ സ്വർണം വാങ്ങാനുള്ള ഒരു ഇഷ്യൂ എന്നും അതുപോലെ തന്നെ പ്രധാന സമയമെന്നും പറയുന്നുണ്ട്. ഇപ്പോൾ വാങ്ങിയാൽ തന്നെയാണ് നിങ്ങൾക്ക് നല്ല ലാഭത്തിന് വാങ്ങാൻ സാധിക്കുന്നതെന്നും പറയുന്നു.